നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന കാവേരിയെ നിവിൻ വിളിച്ചിട്ട് കാവേരി ഒട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ കാവേരിയുടെ വിചാരം എന്താ? വിനീത എന്നെ മദ്യപിപ്പിച്ചു, അപ്പൊ അതിന് ഇനിയിപ്പൊ സോറി പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്നൊക്കെ ചിന്തയോടുകൂടിയുടെ കാവേരി എടുക്കാതിരുന്ന് രാവിലെ തൊട്ട് നിവിൻ വിളിച്ചോണ്ടിരിക്കുക. ഒടുവില് നിവിൻ വീണ്ടും രണ്ടും കൽപ്പിച്ച് ഒന്നുകൂടെ വിളിക്കുമ്പോഴത്തേനും കാവേരി കോൾ എടുത്തിട്ട് ദേഷ്യപ്പെടുവാണ്. എന്താ നിവിനെ? സോറി പറയണ, എന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടപ്പോ നിവിൻ പറഞ്ഞു, സോറി പറയാനേ? എന്തിന്? ഞാൻ സോറി പറയാൻ വേണ്ടി വിളിച്ചൊന്നുമല്ല. പിന്നെന്തിനാ വിളിച്ചേ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ച. പ്രധാനപ്പെട്ട കാര്യമോ? എന്നോടോ? അതെ അതെ, കേൾക്കാൻ മനസ്സുണ്ടെ കേട്ടാ മാത്രം മതി. രാവിലെ തൊട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന അത്യാവശ്യ കാര്യം ആയതുകൊണ്ടാ വിളിച്ചേ, അല്ലെങ്കിൽ എനിക്ക് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോഴേക്കും കാവേരി കുറച്ചൊന്ന് അയഞ്ഞു. കാവേരി ചോദിച്ചു, എന്താ പ്രധാനപ്പെട്ട കാര്യം? അതെ, കാവേരി പറഞ്ഞില്ലായിരുന്നോ കാവേരിയുടെ അച്ഛന് ഒരു പ്ലോട്ട് വാങ്ങിയിട്ടുണ്ടെന്ന്? അതെവിടെയാന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി ഏകദേശം സ്ഥലം പറഞ്ഞു കൊടുത്തു. അല്ല, എന്താ ഇവനെ, എന്താ കാര്യം? അതെ, ആ പ്ലോട്ട് ജയപാലനങ്ങൾ വാങ്ങിയെന്നാണല്ലോ പറഞ്ഞേ. ജയപാലനങ്ങൾ എന്നെ കൊണ്ട് കാണിച്ചു തന്നു, പക്ഷെ ആ പ്ലോട്ടാണോന്ന് എനിക്ക് സംശയമുണ്ട്. അത് കേട്ടപ്പോ കാവേരി ഒന്ന് ഞെട്ടി. സത്യമാണോ പറയണേ? അതെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ കാവേരി, നാളെ വാ, നമുക്കൊന്ന് പോയി നോക്കാം. കാവേരിയുടെ അച്ഛൻ വാങ്ങിച്ച പ്ലോട്ടാണോ ഇനിയിപ്പോ ജയപാലനങ്ങൾ വാങ്ങിയെന്നറിയില്ല. എന്നോടൊപ്പം ഒന്ന് വരാമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ കാവേരി പറഞ്ഞു, ശരി, ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാരദ അങ്ങോട്ട് വന്നു. ശാരദ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാവേരി പെട്ടെന്ന് സംസാരം നിർത്തി. ശാരദ ചോദിച്ചു, എന്താടി എപ്പം നോക്കിയാലും കാണാലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ വെച്ച് കുശി കുശിന്ന് നിൽക്കുന്നേ? നിനക്ക് പോയി കിടന്ന് ഉറങ്ങാറൊന്നും ആയില്ലെന്ന് ചോദിച്ചു. ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അന്നൊക്കെ പറഞ്ഞിട്ട് ശാരദ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും കാവേരി നിവിനോട് പറഞ്ഞു, നാളെ രാവിലെ ഞാൻ വരാം, എന്നെ അങ്ങോട്ടേക്കൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നിവിൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാവേരിക്ക് ഭയങ്കര ടെൻഷനായി. ആ സമയത്ത് വിനീത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. വിനീത് വരാത്തോണ്ട് ഗംഗയ്ക്ക് ഒരു ടെൻഷനുണ്ട്. ഇന്നലത്തെ പോലെ മദ്യപിച്ചിട്ടാണോ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വിനീത് അങ്ങോട്ടേക്ക് വന്നു. വിനീത് ബൈക്ക് നിർത്തിയിട്ട് കയറി വരുമ്പോഴത്തേനും കാവേരി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നേ. കാവേരിയെ കണ്ടു കഴിഞ്ഞപ്പോൾ വിനീത് ഒന്നും ഞെട്ടി. കാരണം വിനീതിന്റെ കൈ മുല്ലപ്പും ഹലുവയുണ്ട്. കാവേരി ഓടി വന്ന് വിനീതിന്റെ അടുത്ത് നിന്ന് സ്മെല്ലുണ്ടോന്ന് നോക്കണം. എന്താ കാവേരി, എന്താ കാര്യം? എന്താ ഇന്നലത്തെ പോലെ മദ്യപിച്ചിട്ടുണ്ടോ നോക്കുന്നേ? ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. ഇല്ലെങ്കിൽ കൊള്ളാം. അല്ല, വിനീതണ്ണ എന്തോ ഒരു പരിങ്ങല്, എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. ഒരു കള്ളത്തരമില്ല, അത് തോന്നാം. എന്താ വിനീതേട്ട കയ്യില്? കയ്യിലൊന്നുമില്ല. പെട്ടെന്ന് വിനീതൊന്ന് മറച്ചു പിടിക്കുക. മുല്ലപ്പൂ ഹലുവയാണല്ലോ. എനിക്ക് മനസ്സിലായി, എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഒന്നുമില്ല, ഇങ്ങക്ക് തരാനും പറഞ്ഞോണ്ട് ഇങ്ങനെ ബലമായിട്ട് നോക്കണം. അപ്പോഴേക്കും മുല്ലപ്പൂ ഹലുവ. ഓഹോ, അപ്പൊ അതാണല്ലേ, ഇപ്പം മനസ്സിലായി. ഗംഗേച്ച് സോപ്പിടാൻ പോകുന്ന പോക്കല്ലേ. അയ്യോ, ദൈവത്തെ ഓർത്ത് നാരിക്കരുത്. പണി തരില്ലെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിനീത് മുറിയിലേക്ക് പോയി. ഈ സമയത്ത് ഗംഗ യമുനയോടും നിളയോടും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശാരദ അങ്ങോട്ട് വന്നിട്ടിച്ചു. അല്ല, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? മുറിയിലേക്ക് പോകുന്നില്ലേ? അത് പിന്നെ ഞാന് ചെല്ല്, വിനീത് വന്നിട്ട് കുറെ സമയമായല്ലോ. വിനീതേട്ടൻ വന്നോ? അത് വന്നു. അപ്പൊ നീ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഒടുവില് ഗംഗ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഗംഗയ്ക്ക് നല്ല പേടിയുണ്ട് ഇന്നത്തെ പോലെ ആണെന്ന് ഓർത്തിട്ട്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല, വിനീത് കൂളായിട്ടാ നിൽക്കുന്നേ. അപ്പോഴേക്കും ഗംഗ അങ്ങോട്ടേക്കുന്നു. ആ സമയം വിനീത് പറഞ്ഞു, അതെ സോറി കേട്ടോ, ഇന്നലെ അതങ്ങനെ അബദ്ധം പറ്റി പോയതാ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നും എന്നെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഗംഗ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് വിനീത് പറഞ്ഞു, അത് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഗംഗ ഒന്ന് നോക്കി വിനീതിനെ. പിന്നീട് അവിടെ വന്നിരുന്നു. ആ സമയത്ത് വിനീത് ചോദിച്ചു, ഗംഗയ്ക്ക് ഹൽവ ഇഷ്ടമാണോന്ന് ചോദിച്ചു. ഇഷ്ടമാ. അങ്ങനെയാണ് ഗംഗയ്ക്ക് വേണ്ടി ആ ഹൽവ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഹൽവ എടുത്ത് ഗംഗയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഗംഗയെ നോക്കി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പീസാക്കി ഗംഗയ്ക്ക് വായി വെച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തുനിന്ന് ഒരു പീസ് എടുത്തിട്ട് ഗംഗയ്ക്ക് വായി വെച്ച് കൊടുക്കുക. ഗംഗ ഒന്നും മിണ്ടാത്തത് കഴിച്ചു. ആ സമയത്ത് വിനീതും ഗംഗയെ ഒന്ന് നോക്കി. പക്ഷെ ഗംഗയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. വിനീതനെ തന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം. താനൊരു കാലത്ത് ഇദ്ദേഹത്തെ ചവിട്ടി തേച്ചാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, തനിക്ക് വിധിച്ചത് വിനീതനെ ആയിരുന്നു. പിന്നെ ഗംഗയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ വിനീതന് മുല്ലപ്പൂ കൂടെ കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഒരു ഭയം, മുല്ലപ്പൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത. ഒരു കാര്യം ചെയ്യാം, രാവിലെ കൊടുക്കാം, രാവിലെ കുളി കഴിയുമ്പോൾ തലയെ വെക്കാനായിട്ട് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് മുല്ലപ്പൂ അവിടെ വെച്ചു. രാത്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും തന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചാലോ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ കാവേരി രാവിലെ തന്നെ നിവിനെ കാണാനായിട്ട് പോയി. എത്ര
എത്രയും പെട്ടെന്ന് നിവിനെ കാണണം, നിവിനോട് കാര്യങ്ങളൊക്കെ തിരക്കണമെന്നൊരു ചിന്ത മാത്രമായിരുന്നു. ഫുഡ് പോലും കഴിക്കാതെയാണ് കാവേരി പോയത്. ആ സമയം നീള സ്കൂളിൽ പോകാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അപ്പോഴേക്കും രാധമ്മ വിനീതും ഒക്കെ വന്നു. അപ്പോൾ വിനീതിന് വിളമ്പി കൊടുക്കാനായിട്ട് രാധമ്മ ഗംഗയോട് പറഞ്ഞു. വിനീതിന് ആഹാരം വിളമ്പി കൊടുക്കണ സമയത്ത് നീള പറഞ്ഞു, അതെ ഗംഗേച്ചി എനിക്ക് മതി, എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റില്ല, കുറച്ചുകൂടെ കഴിക്കണം. ആ സമയം നീള പറഞ്ഞു, എൻ്റെ വയറ് നിറഞ്ഞു, ഇനി കഴിച്ചാൽ എൻ്റെ വയറ് പൊട്ടിപ്പോന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, അതൊന്നും അല്ല, അങ്ങനെ അത്രയ്ക്കൊന്നും ഇല്ല, കുറച്ചുകൂടെ കഴിക്കാം, ഞാൻ വാരി തരട്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നീള നോക്കി ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ വിനീത് വാരി കൊടുക്കുക. അതൊക്കെ ഗംഗ നോക്കിയിരുന്നു. ഗംഗയ്ക്കും ഭയങ്കര സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നീള അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി. ഈ സമയം രാധം പറഞ്ഞു, മോളെ വിനീതിന് ഫുഡ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. കുറച്ചുകൂടെ വിനീത് പറഞ്ഞു, വേണ്ട അമ്മമ്മേ, എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രാധമ്മ വിനീതിനെ കൊണ്ട് നിർബന്ധപൂർവ്വം കഴിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ഗംഗ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി. ആ സമയം രാധമ്മ പറഞ്ഞു, എടാ നീ മുല്ലപ്പൂ അലിവയായിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല, അതെ അവളെ കയ്യിലെടുക്കണമെങ്കിൽ ചില ഞൊടുക്ക് വിദ്യകളൊക്കെ പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഞെട്ടിപ്പോയി. വിനീത് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല രാധമ്മ അതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ എന്നെ കുറിച്ചെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗംഗയും കൂടെ അങ്ങോട്ട് വന്നു. വിനീതോട് രാധമ്മ പറഞ്ഞു, എടാ നീ കല്യാണം കഴിഞ്ഞിട്ട് ഇവളെ അങ്ങോട്ടും എടുത്തും പോയില്ലോ, ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ, നിങ്ങൾക്ക് എവിടെയായാലും നിങ്ങളുടെ സ്വകാര്യമായ കുറെ നിമിഷങ്ങളൊക്കെ വേണ്ടേ, നിങ്ങളൊന്ന് ചുറ്റി കഴിഞ്ഞിട്ട് വാ. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, എനിക്ക് കുറെ തയ്ക്കാനുണ്ട് അച്ഛമ്മേ. വിനീത് പറഞ്ഞു, എനിക്ക് കടയിലേക്ക് പോകാൻ പറ്റില്ല, അവിടെ നല്ല തിരക്കുള്ള സമയം ആണോ? അന്നൊരു കാര്യം ചെയ്യ, നീ പോകുമ്പോ ഇവളെ കൂടെ കൊണ്ടുക്കോ, ഇവളെ കടയിലേക്ക് വരട്ടെ. അല്ല അത് പിന്നെ ഞാനും അച്ഛമ്മേ, നീ കൂടുതലൊന്നും പറയണ്ട ഗംഗെ, നീയും കൂടെ ഇവന്റെ കൂടെ ചെല്ല്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിലായിട്ട് പുറത്തു പോയില്ലോ, ഈ വീട്ടിൽ തന്നെ ഇരിക്കാതെ ഒന്ന് പുറത്തേക്ക് പോ. ഒടുവില് അച്ഛമ്മയുടെ നിർബന്ധം കാരണം ഗംഗ ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് വിനീതിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഗംഗയെ കൂട്ടി കല്യാണത്തിന് ശേഷം ഒരിടത്തും പോയിട്ടില്ല. ആ സമയത്ത് കാവേരി നിവിൻ്റെ അടുത്തേക്ക് വന്നു. നിവിൻ കാവേരിയും കൂട്ടിക്കൊണ്ട് ആ പ്രോപ്പർട്ടി കാണിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് കാണിക്കുകയാണ്. ആ പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കാവേരിക്ക് മനസ്സിലായി ഇത് തൻ്റെ അച്ഛന് വാങ്ങിയ പ്രോപ്പർട്ടിയാണ്. അന്ന് അച്ഛൻ തങ്ങളെയും അമ്മയും മക്കളെല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് കാണിച്ചതാണ്. ഇതാണ് 5 ഏക്കർ ഭൂമി ഞാൻ വാങ്ങിച്ചതാണ്. കണ്ടോ, ഞാൻ അവിടുന്ന് ജോലി നിർത്തി പോന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ നമുക്ക് താമസിക്കണം, ഇവിടെ എല്ലാവർക്കും കൂടി താമസിക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഓർത്തിഞ്ഞപ്പോൾ കാവേരിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. വിനീത് പറഞ്ഞു, ഇങ്ങനെ സങ്കടപ്പെടാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരില്ലായിരുന്നു. കാവേരി പറഞ്ഞു, ഇതെൻ്റെ അച്ഛൻ വാങ്ങിയ സ്ഥലമായിരുന്നു. നീയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ ജയപാലനങ്ങളുടെ കയ്യിലാ ഈ പ്രോപ്പർട്ടി എന്നാ പറഞ്ഞേ. ജയപാലനങ്ങൾ വാങ്ങിയെന്ന് അത് ചതിയിലൂടെയാ നിവിനെ വാങ്ങിയത്. എനിക്കറിയാം, എൻ്റെ അച്ഛൻ്റെ പൈസ അടിച്ചു മാറ്റിയിട്ട് അയാൾ വാങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡയറിക്കകത്ത് അച്ഛൻ കൊടുത്ത പൈസ എല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനെ പറ്റിച്ചെടുത്ത് വാങ്ങിയതാ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഈ അച്ഛൻ വാങ്ങിയ പ്രോപ്പർട്ടി വേണം. അല്ല അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആരുടെ കൈവശമായിരുന്നു അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് നിവിൻ അന്വേഷിക്കാവോ, ഇത് ആരുടെ കയ്യിലെ പ്രോപ്പർട്ടി ഇരുന്നേ, ജയപാലങ്ങൾ വാങ്ങിയതാണോ അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇത് ആരുടെ കൈവശം ഇരുന്ന് പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഒരു പക്ഷേ കാവേരിയുടെ അച്ഛൻ അഡ്വാൻസ് കൊടുത്തൊക്കെയാണെന്നല്ലേ പറഞ്ഞേ, കുറെ പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിവിൻ കാവേരിയെ സമാധാനിപ്പിക്കുകയാണ്. കാവേരിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ജയപാലൻ എന്ന് പറയുന്ന ദുഷ്ടനോട് പകരം ചോദിക്കണം. തൻ്റെ അച്ഛനുണ്ടാക്കിയ മുതലേത്, അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും തനിക്ക് കിട്ടുക തന്നെ വേണം, തൻ്റെ കുടുംബത്തിന് കിട്ടണം. അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോലെന്ന് കാവേരിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ആ സമയം പുറത്ത് പോകാനായിട്ട് വിനീത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. നിള അങ്ങോട്ട് വന്നു. നിള വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയാണ് പോകുന്നത്? അതെ അതെ. എന്ത് പറ്റി, കൊള്ളത്തില്ലെന്ന് ചോദിച്ചു. കൊള്ളാൻ കുഴപ്പമില്ല, ആ മുടിയൊക്കെ ഇത്തിരിയോടെ സ്റ്റൈലിൽ ഇരാന്ന് പറഞ്ഞു. വിനീത് ഒന്നുകൂടെ പോയി ഈരി. അല്ല പെർഫ്യൂം ഒന്നും അടിക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ അടിച്ചുതരാന്ന് പറഞ്ഞ് നില അവിടെ നിന്ന് പെർഫ്യൂം ബോട്ടിലെടുത്ത് അടിച്ചു കൊടുക്കുകയാണ്. വിനീത് പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. പോരാ നന്നായിട്ട് അടിക്കണമെന്ന് പറഞ്ഞു. ഈ സമയം ഗംഗ ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും രാധ വെച്ചു, ഇതെന്താ നീ ഇങ്ങനെ പോണേ? അതെന്താ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പുറത്ത് പോകുന്നല്ലേ, ഒരു സാരിയൊക്കെ എടുത്തോണ്ട് പോകും. അല്ല അച്ഛമ്മ അതല്ലേ അതിൻ്റെ മര്യാദയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിനീത് ഒരുങ്ങി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഗംഗ പറഞ്ഞു, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് സാരിയൊക്കെ എടുത്തോണ്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അധികം വൈകാതെ ഇനിയിപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഓണർ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അറിയും. അത് കാവേരിയോട് പറയുകയും ചെയ്യും.
അവരുണ്ട് അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.